പാൻ ഇന്ത്യൻ. വെൽക്കം ടു ചെങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കിച്ച സുദീപിന്റെ ന്യൂ മൂവിയാണ് മാക്സിന്റെ ഒഫീഷ്യൽ ടീസർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇത് ഏകദേശം നമുക്ക് അറിയാമായിരുന്നു ഇറ്റ്സ് ഗോയിങ് ടു കം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പ്രതീക്ഷയുള്ള ഒരു മൂവിയും കൂടിയാണത്. അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു കുഞ്ഞു ടീസറൊക്കെ വന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. ഗ്ലിംസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല 2-3 ദിവസമായിട്ട് പോസ്റ്റേഴ്സും വന്നിട്ടുണ്ട് വരുന്നുള്ള കാര്യം. The name itself is very interesting. ആ ഒരു മാക്സ് എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഓൾസോ ലൈക്ക് ഒരു നമ്മൾ ഓവറോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാരണ്ടി സംഭവം ഈ ഒരു മൂവിയിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒബിയസ്ലി മ്യൂസിക് വരുന്നത് അജനേഷ് ലോകനാഥാണ്. അതുപോലെ വിജയ് കാർത്തികേയ അങ്ങനെ ഡയറക്ടറിന്റെ പേര്. അതുപോലെ തന്നെ കിച്ച സുദീപ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസും അതുപോലെ വോയിസും ഭയങ്കര ബാസാണ്. ഭയങ്കര ആ ഒരു സ്ക്രീനിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു മാസി എഫക്ട് ഉണ്ടാവും. നമുക്ക് എന്തായാലും നേരെ ഒരു ടീസർ കാണാം. റെഡി? Oh, the thumbnail itself is interesting. Have you any? I just saw many boys play. Voice modulation. Huh? He's there in the movie. Okay, little boy. Oh, ഭയങ്കര മറ്റേ ഒരു ത്രില്ലർ സ്വഭാവം ഉണ്ട്. Oh my god, and mod. Are beastie mod. Now that you rubbed me wrong, I'll finish the game. Full voice ആണ് കേട്ടോ. പാൻ ഇന്ത്യൻ. Wow! Oh, it's a pan India. Soon as Max. അവസാനം മറ്റേ ഫുള്ള് ആവേശമായിക്കളഞ്ഞു ലാസ്റ്റില്. End was superb അല്ലേ? End was very nice and almost ഇത് ആരുടെ വോയിസ് ആണ്? I feel it is Sudeep. ഭയങ്കര ഒരു ബാസ് ഉണ്ട്. ബിക്കോസ് വെൻ വി വാച്ച്ഡ് ഹിസ് വാട്ട് മൂവി ഹുച്ച മൂവിയില് ഇത്ര ബാസ് ഉണ്ടായിരുന്നു. ഓൾഡ് മൂവി അപ്പൊ ഇത്രയും ബാസ് ഇല്ല. സോ ഐ വാസ് ലൈക്ക് ഫീലിംഗ് ലൈക്ക് ഇത് ആരുടെ വോയിസ് ആണെന്നുള്ളത്. ഐ ഫീൽ ഇറ്റ് ഇസ് കിച്ച സുദീപ്. ആ മൂവിന്റെ അകത്ത് ചില കലിപ്പ് സീന് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വോയിസിൽ മാറ്റം ഉണ്ടാവാറുണ്ട്. ആ ഒരു that bass was like because I haven't watched any of his movies including Eega. കാരണം Eega മൂവിയില് എനിക്ക് തോന്നുന്നു almost all whole India would have watched that movie. And അതിന്റെ ഞാൻ കണ്ടിരിക്കുന്ന മലയാളം വേർഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വോയിസ് അല്ല, വേറെ ആളാണ് ഡബ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് സോ വിൽ നോട്ട് ഫൈൻഡ് ഇറ്റ്. കാരണം അദ്ദേഹത്തെ കൂടുതൽ നമ്മളെ ഫെമിലിയർ ആയത് ശരിക്കും ഈഗ എന്ന് പറയുന്ന ആ ഒരു മൂവിയിലൂടെ തന്നെയാണ്. ബട്ട് ഐ ഹാവൻ വാച്ച് ദാറ്റ് മൂവി. അതാണ്. പക്ഷെ കുറെ ഐ ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ദിസ് മൂവി ആൻഡ് അബൌട്ട് ദ ക്യാരക്ടർ particularly whatever he has done in that. അപ്പൊ ഇതിനെ നോക്കുകയാണെങ്കിൽ ആ ഒരു മാക്സ് എന്ന് പറയുന്നത് ആ ഒരു ടൈഗറിഷ് എഫക്ട് അവരെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ഡയലോഗ് ഡെലിവറി ലൈക്ക് ഹീസ് പ്ലേയിങ് എ ഗെയിം വിത്ത് ദ പോലീസ് പീപ്പിൾ. അങ്ങനെ ഒരു സംഭവം അവിടെ ഭയങ്കരമായിട്ട് കിട്ടും. ഹാവ് യു എനി ക്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിംസ് ആണ്. Is he criminal or fighting for the justice? It can be anything because അങ്ങനെ ഒരു സംഭവമാണ് ഉള്ളത്. Either it is like okay he is the main villain അല്ലെങ്കിൽ is a good character fighting for something. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവമാണ് സാധ്യത. And the look he has maintained like anything because he's looking so young. അതാണ് മാസീവ് ലുക്കിലുള്ള സ്റ്റൈലിഷ് യങ് ആയിട്ട്. അത് പ്രത്യേകിച്ച് എൻഡിലോട്ട് ആ ഒരു അജനേഷ് ലോകനാഥിന്റെ BGM കൂടി വരുന്ന സമയത്ത് ആ ഒരു സ്റ്റെപ്പ് കളിച്ചോണ്ട് വരുന്നില്ല, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു ഫൈറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു സംഭവം പോലെ ഉണ്ടായിരുന്നു. ഒരു വൈബ് മൊത്തത്തില് he could carry ത്രൂ ഔട്ട് വാട്ട് എവർ ആക്ച്വലി ആ ടീസറിൽ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് പാൻ ഇന്ത്യൻ മൂവി. യെസ്, അതുകൊണ്ട് തന്നെ അഗെയിൻ ഹി ഹാവ് എ നൈസ് ഓഡിയൻസ്. ലൈക്ക് ആ ഒരു ഏത് ലാംഗ്വേജിൽ എടുത്തു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു ഹിറ്റ് ആണുള്ള സാധ്യതയുള്ള ഷുവർ ഹിറ്റിനുള്ള സാധ്യതയുള്ള സിനിമയാണ് അല്ലെ. ശരി, ഒരു ഒപ്പീനിയൻ അബൌട്ട് ദിസ് മൂവി ബിക്കോസ് നമ്മൾക്ക് കുറച്ച് ഇൻഫർമേഷൻ അറിയുള്ളൂ. ആ ഒരു സംഭവം ടീച്ചർ എന്ന് പറയുന്നത് ആ ഒരു ഹൈ എക്സ്പെക്ടേഷൻ സംഭവം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ trailer of the movie
and also there is going to be a song too, because ആ ഒരു ബീറ്റ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർലി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബീറ്റ് ഏകദേശം എവിടെയോ ഏതോ ഒരു മൂവിയിൽ ഐ ഹാവ് ഹേർഡ് ഓഫ് ലൈക്ക് ആ ഒരു ബീറ്റ് ഒരു ഡിവൈനിഷ് എഫക്ട് തരുന്ന ഒരു സംഭവമാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ പെർട്ടിക്കുലർലി ഫോർ ദാറ്റ് സോങ്. എന്തായാലും വിൽ സീ അനദർ വീഡിയോ.